നിക്കട്ടോ. അമ്മ അമ്മ ഇപ്പൊ മോക്ക് ഓയിൽമെന്റ് തേച്ചുതരാം. ദേശം മോക്ക് എല്ലാം പെട്ടെന്ന് മാറിക്കോളും. എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ അച്ഛമ്മ പറഞ്ഞ ആ ഓയിൽമെന്റ് എടുത്തിട്ട് വരാട്ടോ. എന്നിട്ട് മോക്ക് പട്ടി തരാം കേട്ടോ. അപ്പൊ ഒക്കെ മാറും. അതെ മോളെ, അച്ഛമ്മ പറഞ്ഞ മരുന്ന്. എന്നോട് അമ്മ കേൾക്കാതെ പോയല്ലോ. അത്തമ്മയാണല്ലോ മാലൂട്ടിക്ക് ഇങ്ങനെ വരുത്തി വെച്ചത്. അത്തമ്മയെ മാലൂട്ടി വെറുതെ വരില്ല. അത്തമ്മയെ നിന്നാണ് കളിപ്പിക്കൂ. വേദനിക്കുന്നേ മോളെ, അങ്ങനെയൊന്നുമില്ല. അമ്മേ, എനിക്ക് ചായക്കാൻ വയ്യ. ഇല്ല മോളെ, ഇല്ല മോളെ, നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോവാ, പെട്ടെന്ന് പോവാ. ഈ മരുന്ന് തെച്ചത് മാലൂട്ടിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. മാലൂട്ടി തത്തു പോവോ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ആ മോളെ, അമ്മ കബീറാത്തൊക്കെ വിളിച്ചു നോക്കട്ടെ. ജമീല താത്ത, മോള് തേനീച്ച കുത്തിയിരിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കബീറാക്കൻ ഒന്ന് പറഞ്ഞേക്കോട്ടെ. എന്ത് പറ്റിയത് കുട്ടിക്ക്? തേനീച്ച കുത്തിയാന്ന് തോന്നണോന്നോ? അപ്പൊ നിങ്ങൾ എന്താ കുട്ടിയെ നോക്കാല്ലേ? അതല്ല കബീറാക്ക, എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉള്ളതല്ലേ. ഞാൻ ആ ജോലി തിരക്കിട്ട് നിൽക്കായിരുന്നു. അവള് മുറ്റത്തിരിക്കായിരുന്നു കേട്ടത്. ആഹാ, വീട്ടിലെ ജോലി എടുക്കുന്ന സമയത്ത് കുട്ടീനെ ആരും നോക്കാനൊന്നും ഇല്ലേ? ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ വേണ്ടേ ഇങ്ങനെ ജോലി എടുക്കാനായിട്ട്? ചെറിയ കുഞ്ഞുങ്ങളല്ലേ, എന്തെങ്കിലും സംഭവിച്ച എന്ത് ചെയ്യും? ആരും നോക്കാനാ വീട്ടില്. പക്ഷെ മോളൊറ്റയ്ക്കിരുന്ന് കളിക്കുന്ന ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. തേനീച്ചക്കൂട്ടിൽ എങ്ങനെ താനെ തേനീച്ചകൾ വരുത്തില്ലല്ലോ. അതിലേക്ക് എന്തേലും കുത്തി ഇളക്കിയോ? അറിയില്ല. ഒരു ഓയിൽമെന്റ് തേച്ചു കൊടുത്തപ്പോ മോള് വല്ലാത്ത കരച്ചില്. ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടായാ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുത്തിയത് വിഷത്തേനീച്ചകളാണോ സാധാ തേനീച്ചകളാണോ കടിഞ്ഞലാണോ ഒന്നും അറിയില്ലല്ലോ. ശരിയാ, വീട്ടിൽ ആരും ഇല്ലാത്തോണ്ട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ പൈസ ഏട്ടൻ വന്നതിന് ശേഷം ഗൂഗിൾ പേ ചെയ്തുതരാം. എന്റെ മോളെ, നിന്റെ അവസ്ഥക്കാ വീട്ടിലുള്ളത് എനിക്കറിയാം. ഞാൻ സഹതാപം കൊണ്ട് വന്നതാ, അല്ലാതെ പൈസ മോഹിച്ച് വന്നതൊന്നുമല്ല. എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്റെ സാഹചര്യം അതാ പോയി ചേട്ടാ. എന്നോട് മുത്തശ്ശി പറഞ്ഞായിരുന്നു. മുത്തശ്ശി കുറെ പറഞ്ഞ അവിടെ തേനീച്ച കൂടെ ഉണ്ടെന്ന് നിന്നോട്. നീ അത് കേട്ടില്ല അല്ലേ? കുട്ടിനോട് മിണ്ടാതിരിക്കാൻ പറ. ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കണ്ട. ടെൻഷൻ ആവണ്ടെന്ന് പറ. ടെൻഷൻ ആയാൽ ബി പി കൂടും. വല്ല വിഷം ഉള്ളതാണെങ്കിൽ നന്നായിട്ട് കേറും വിഷം. മോളെ മിണ്ടാത്ത സ്ട്രെസ് എടുക്കാതിരിക്കുക. മോളെ കൂളാവ്, മോക്കൊന്നും സംഭവിക്കില്ല. ഈ അമ്മ ഉള്ളിടത്തോളം കാലം. ഓ, സ്ട്രീറ്റിലൊക്കെ എന്താ ബ്ലോക്ക്? ഒന്ന് വേഗം വിട ചേട്ടാ. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതും വേഗം വിടാം മോളെ. ഇനിയെങ്കിലും കുട്ടിയെ ശ്രദ്ധിക്കണം മോളെ. ആ ചേട്ടാ, ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് എന്റെ മോളെ ശ്രദ്ധിക്കാറില്ല. അത് സത്യം തന്നെയാ. ആ മോളെ, ചേട്ടൻ പെട്ടെന്ന് തന്നെ വിടുന്നേ. നമ്മുടെ റോഡിലൊക്കെ എന്താ തിരക്ക്. മോളൊന്ന് സബൂർ ആവട്ടോ. ഒന്നോട് പറഞ്ഞേ. കൊള്ളാലോ നിന്റെ അമ്മായിമ്മ. ആഹാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കൊച്ചിനെ കുത്തിച്ചതാണല്ലോ സംഭവം. അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം എന്റെ കുട്ടിനോടുണ്ടായിരുന്നോ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇത് പോലീസിൽ പരാതി കൊടുക്കണം. എന്റെ മൂക്ക് എന്ത് കാര്യമാ? എന്തുകൊണ്ടെന്നാവ എന്റെ മോളെ ഇത്ര വെറുപ്പ്? എന്റെ മോളെ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ച്? എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവരെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും കാലം അവരുടെ ആട്ടത്തുപ്പ് സഹിച്ച വീട്ടിൽ നിന്നിട്ടും പോരാഞ്ഞത് എന്റെ മകളെ
എന്റെ മകളെ എങ്ങനെയൊക്കെ ചെയ്തെന്തിനാ? മോളെ, ഇത് വളരെ ക്രൂരത നിറഞ്ഞ കാര്യമാണല്ലോ. പിഞ്ച് കുഞ്ഞുങ്ങളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളെ ഒന്നും എനിക്ക് കാണാനല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഇത്തിരി പോലും മനസാക്ഷിയില്ലാത്ത അവളുടെ കൂടെ നീ എങ്ങനെയാ ജീവിക്കുന്നേ? എന്റെ അമ്മേ, മുത്തത്തി തള്ളാറൊക്കെ ഉണ്ട് ചേട്ടാ. പാവം എന്റെ അമ്മ ഒന്നും അതോട് പതിയില്ല. എന്നിട്ട് ഇങ്ങനെ കാത്തിട്ടില്ല. അത് മുത്തത്തിക്ക് ഞങ്ങളുടെ ദേഷ്യം ആയതുകൊണ്ടാ. അത് മുത്തത്തിയെ മാളത്തിക്ക് ഒരുപാട് ഇഷ്ടാ, ഒരുപാട്. പാവം എന്റെ മോളെ എത്ര വേദന സഹിച്ചു. ഈ അമ്മ കാരണമാണല്ലോ ഇതൊക്കെ. അമ്മ എന്തിനാ എന്റെ മോളെ ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മ എന്നിട്ടൊന്നും അറിയാത്ത പോലെ. എന്റെ ദേവി, എന്റെ ഒരു രീതി. മോള് കരയാതെ നിൽക്ക്, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം. വേണ്ട. എന്നിട്ട് ഏട്ടന് ഞങ്ങളോട് ദേഷ്യമാവാനാണോ? അമ്മയെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏട്ടൻ ചീത്ത പറയും. എന്താ മോളെ ചെയ്യേണ്ടത്? ഞാനിത് എല്ലാവരോടും പറയും. അവളുടെ സ്വഭാവം നാട്ടുകാരറിയട്ടെ. വേണ്ട ചേട്ടാ, ചേട്ടന്റെ കുടുംബത്തെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തുറന്ന് പറയുന്നേ. ആരോട് ഇതൊന്നും പറയരുത്. എന്നോട് സത്യം ചെയ്തതാ. ഇതൊന്നും ആരോട് പറയരുത്. കുടുംബത്തിലെ കാര്യങ്ങൾ പുറത്തറിയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ കുറ്റങ്ങള് ആരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടൻ ഇത് ആരോട് പറയണമെന്ന് എനിക്ക് സത്യം ചെയ്തതാ. മോളെ ഇതൊക്കെ എല്ലാവരും അറിയണം. അവളുടെ സ്വഭാവം നാട്ടുകാരറിയട്ടെ. എന്നിട്ട് അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടട്ടെ. ഇത് ക്രിമിനൽ കുറ്റമാണ്. വേണ്ട ചേട്ടാ, ഒന്നും വേണ്ട. എനിക്ക് പേടിയാ ചേട്ടാ, വേണ്ട. പ്ലീസ് സത്യം ചെയ്യേ, ഒന്നും ഉണ്ടാവില്ല എന്ന്.